ഹിംസാശൂന്യമയത്നലഭ്യമശനം ധാത്രാമരുൽക്കൽപ്പിതം വ്യാളാനാം പശവതൃണാങ്കുരഭുജ തുഷ്ടാസ്ഥലീശായിനാം സംസാരാർണവലംഘനം ക്ഷമധിയാം വൃത്തികൃതാസാ നൃണാം താമന്വേഷയതാം പ്രയാന്തി സതതം സർവേ സമാപ്തിം ഗുണാ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന വിനീതമായി അപേക്ഷിക്കുന്നു. പ്രഭാത കേളിയിൽ ഇന്ന് പറയുന്നത് ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകത്തിലെ അവധൂതചര്യയെ കാണിക്കുന്ന 10 ശ്ലോകങ്ങൾ, ദശകം. അതിലത്തെ 97-ാമത്തെ, മൊത്തത്തിൽ 97-ാമത്തെ ഒരു ശ്ലോകം എന്ന് പറയാം. വൈരാഗ്യ ശതകത്തിലെ ആ ദശകത്തിലത്തെ നോക്കുമ്പോൾ 6-ാമത്തെ ശ്ലോകമാണ്. ദശകത്തിലത്തെ നോക്കുമ്പോൾ 6-ാമത്തെ ശ്ലോകമാണ്. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ, ഒരു ശരീരം എടുത്തിട്ട് നമ്മളിവിടെ വന്നാൽ ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടാൻ വളരെയധികം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട എന്ന് ഇവിടെ അവധൂതചര്യയെ കാണിക്കുന്നു. അവധൂതചര്യ സാധാരണ ഗൃഹസ്ഥന്മാർക്കും ലൗകിക ജീവിതം നയിക്കുന്നവർക്കും ചേർന്നതാണോ എന്നൊരു ചോദ്യമുണ്ട്. സന്യാസിയുടെ ചര്യയല്ല ഗൃഹസ്ഥന്, അവധൂതന്മാരുടെ ചര്യയല്ല ഗൃഹസ്ഥന്. എങ്കിലും അതിലൊരു തത്വമുണ്ട്. അവധൂതന്മാരുടെ അത്ര അങ്ങോട്ട് പോയില്ലെങ്കിലും ലളിത ജീവിതം നയിക്കുന്ന മനുഷ്യന് സുഖമുണ്ടാകും എന്നർത്ഥത്തിലേ നമുക്കതിവിടെ എടുക്കാൻ പറ്റുള്ളൂ, എടുക്കേണ്ടത്. ഹിംസാശൂന്യം അയത്നലഭ്യമശനം, പാമ്പിൻ്റെ കാര്യം പറയുകയാണ്. മരുത്കൽപ്പിതം, ധാത്ര മരുത്കൽപ്പിതം, ധാത്ര ഈ ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ട ഭക്ഷണം. എന്താണ് പാമ്പുകൾക്ക് വെച്ചാൽ വായുഭക്ഷണമാണത്രേ. അന്തരീക്ഷത്തിൽ നിന്ന് എന്തൊക്കെയോ ചിലതൊക്കെ സ്വീകരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് നമ്മൾ ഈ വായുഭക്ഷണം എന്ന് വെറുതെ തമാശയായിട്ട് പറയല്ല. ചില ജീവികൾക്ക് അതിന് കഴിവുണ്ട്. മനുഷ്യനും ഒരു കാലത്ത് കഴിവുണ്ടായിരുന്നു അത്രേ. ഇതൊക്കെ അറിവാണ്, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഗ്രന്ഥങ്ങളോ അറിവുള്ളവരോ പറഞ്ഞു തരണ അറിയോ? വായുവിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ട് എന്നാണ്. പാമ്പുകൾ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ സ്വീകരിച്ചോ അങ്ങനെ ഇങ്ങനെയും ശരിക്കും ശുദ്ധീകരിക്കുകയാണ് ചെയ്യണം. അപ്പം അങ്ങനെ ആ പാമ്പുകൾ വായുവിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് കഴിയുന്നു. അതുപോലെ തന്നെ വ്യാളാനാം പശവതൃണാങ്കുരഭുജ, വ്യാളാനാം എന്ന് പറയുന്നത് പാമ്പുകൾ നേരത്തെ പറഞ്ഞതാണ്. പശവതൃണാങ്കുരഭുജ, പശുക്കൾ, നാൽക്കാലികൾ, പൊതുവേ പശുക്കൾ എന്ന് പറയും. നമ്മൾ ഉദ്ദേശിക്കുന്ന പശു എന്നല്ല, പശു സംസ്കൃതത്തിൽ മൃഗങ്ങൾ, നാൽക്കാലികളെന്ന് പൊതുവേ എടുക്കാം, അത്രയേ ഉള്ളൂ. അത് പോത്താവട്ടെ, എരുമയാവട്ടെ, പശുവാവട്ടെ, ആടാവട്ടെ, എല്ലാം തൃണാങ്കുരഭുജ, കേവലം പുല്ല് ഭക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത്. ജീവികളെ കൊല്ലുന്നില്ല, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ല. അപ്പോൾ അവർ പുല്ലുകൾ ഭക്ഷിച്ചിട്ടും ജീവിക്കുന്നു. ഒക്കെ ലഘുവായിട്ടുള്ള ഭക്ഷണമാണ്. അതുപോലെ സ്ഥലീശായിന സംസാരാർണവ ലംഘനക്ഷമതിയാം വൃത്തികൃതാസാ നൃണാം, സംസാരം കിടക്കണം എന്ന് വിചാരിച്ചതായ സന്യാസിമാരോ അവധൂതചര്യ അനുഷ്ഠിക്കുന്നവരോ വളരെ ചെറിയ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്നു. സാ പ്രവൃത്തികൃത, ഇതേ രീതിയിലുള്ള ഉപജീവനം എന്നർത്ഥം. സാ വൃത്തികൃത എന്ന് പറഞ്ഞാൽ ഈ പുല്ല്, വായു അത്രയും കൂടല്ല വെച്ചാലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായ കായ്കനികളോ ഇലകളോ ഭക്ഷിച്ച് ഈ പറഞ്ഞ 2 കാര്യത്തെ പോലെ അവരും കഴിഞ്ഞുകൂടുന്നു. താം അന്വേഷയതാം പ്രയാന്തി സതതം സർവേ സമാപ്തിം ഗുണാഹ,
ഇങ്ങനെയുള്ളത് കൊണ്ട് അവർക്ക് ഗുണക്ഷോഭങ്ങൾ മനസ്സിലുണ്ടാവില്ല, സാത്വികരാവും, നിർഗുണരാവും. അപ്പോൾ ഭക്ഷണത്തിനനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തിൽ സ്വഭാവം നിശ്ചയിക്കപ്പെടുന്നത് എന്നുകൂടി ഇതിൽ നിന്ന് വരുന്നു. സാത്വിക ഗുണം ഉള്ളത് ഭക്ഷണം മാത്രം കഴിക്കുന്നു, അതുകൊണ്ട് സാത്വിക ഗുണം ഉണ്ടാവുന്നു, ക്രൂര സ്വഭാവമോ രജോ ഗുണമോ ഉണ്ടാവുന്നില്ല എന്നും കൂടി ഇതിൽ നിന്ന് പറയാം. അന്വേഷയതാം പ്രയാന്തി സതതം സർവേ സമാപ്തി ഗുണാഹ. അവിടെ ശരിക്കും ഗുണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രജോ ഗുണം തമോ ഗുണം എന്നാണ്. നല്ലത് എന്നല്ല, നമ്മളൊരു ഗുണം ദോഷം എന്നുള്ള ഗുണമല്ല കേട്ടോ, അതല്ല. ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്ക് രജോ ഗുണം തമോ ഗുണം, ഇതാണ് നമുക്ക് ദോഷം ഉണ്ടാക്കി തീർക്കണത് എന്നാണ്. സാത്വിക ഗുണം കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ രജോ ഗുണം തമോ ഗുണവുമായിട്ടുള്ള ഗുണങ്ങൾ ഇല്ലാതാക്കാൻ ഇത്തരം ഭക്ഷണ രീതി സഹായിക്കുന്നു. അതാണ് ഹിംസാശൂന്യം അയത്നലഭ്യം. പ്രയത്നം കൂടാതെ വായുവിൽ നിന്ന് കിട്ടുന്ന മരുത്ത്, മരുത്ത് എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണ് ധാത്ര. ബ്രഹ്മാവിനാൽ ജാളന്മാർക്ക്, പാമ്പുകൾക്ക് കൽപ്പിച്ചിരിക്കുന്നത്. മൃഗങ്ങൾ പുല്ല് തിന്ന് സുഖമായി ഒരു ഭാഗത്ത് കിടന്ന ഏവർക്കണം, ഒരു അല്ലലും ഇല്ലാണ്ടോ കണ്ടാൽ അതിനെ നോക്കിയാൽ തന്നെ നമുക്കും കൂടി സമാധാനം ഉണ്ടാവും. അത്ര സമാധാനമായിട്ടും ശാന്തരായിട്ടും. അങ്ങനെ അവധൂതചര്യ അനുഷ്ഠിക്കുന്ന മനുഷ്യരും ഇതേപോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്നു. പണ്ട് ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സ്വാമിയോട് ചോദിച്ചു ഒരു ശിഷ്യൻ, ഭക്ഷണം സ്വഭാവമായിട്ട് എന്താ ഗുരുനാഥ ബന്ധം? അത് ഞാൻ അവസരം വരുമ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശിഷ്യൻ ഒരിക്കൽ ഈ സ്വാമിയെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു. ഇന്ന് അവിടെ ആവാം ഭിക്ഷ, അങ്ങനെ ആവട്ടെ എന്ന് സ്വാമി സമ്മതിച്ചു. ഗുരുനാഥൻ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. വലിയ പണക്കാരനാണ് ശിഷ്യൻ, ധാരാളം സമ്പത്തുണ്ട്. ഭക്ഷണം കഴിഞ്ഞ സ്വാമിയെ എത്ര അയച്ച് നോക്കിയപ്പോൾ ഒരു സ്വർണ്ണപാത്രം കാണാനില്ല. ഇവരൊക്കെ ഇപ്പോൾ സ്വാമിമാരാണെന്നും പറഞ്ഞിട്ട് കക്കണ പരിപാടി ഉണ്ടോ? ഇതെന്ത് സ്വാമി അത്? സ്വാമി തന്നെയാണ് കൊണ്ടുപോയതെന്ന് ആ ശിഷ്യന് ഉറപ്പാണ്. വേറെ ആരും ഇവിടെ വന്നിട്ടില്ല, പിന്നെ അല്ലാണ്ട് ആരാ കൊണ്ടുപോവുക? ഇന്ന് ഈ സ്വാമിയുടെ കള്ളത്തരത്തിൻ്റെ മുഖം മൂടി ഞാൻ താഴ്ത്തഴിച്ച് വീഴ്ത്തിയിടും എന്നിങ്ങനെ പറഞ്ഞ് സ്വാമിയുടെ അടുത്തേക്കാണ് ചെന്നു. സ്വാമി, ആ സ്വർണ്ണപാത്രം അതിനെപ്പറ്റി വല്ലതും അറിയുമോ? എൻ്റെ അവിടുന്ന് കാണാനില്ലാണ്ടായിട്ടുണ്ട്. സ്വാമി എന്നെ ഇപ്പോൾ അവിടുന്ന് വന്നിട്ടുള്ളൂ, പോയിട്ടുള്ളൂ, വേറെ ആരും ഇല്ല. സ്വാമി വേഗം പറഞ്ഞു, ഞാൻ തന്നെയാണ് അതെടുത്തത്. അപ്പോൾ എന്താ സ്വാമി ഇങ്ങനെയൊക്കെ? അതോ, ഇന്ന് വരെ എനിക്കൊരാളുടെ വസ്തു മോഷ്ടിക്കണം എന്ന് തോന്നിയിട്ടില്ല. തൻ്റെ അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ആ സ്വർണ്ണപാത്രം ഒന്ന് കൈക്കലാക്കിയാലോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ശിഷ്യൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. ഭക്ഷണവും സ്വഭാവവും തമ്മിലുള്ള ബന്ധം എന്ത്? പാത്രം താൻ തന്നെ കൊണ്ടേക്കോളൂ, എനിക്ക് ഈ പാത്രമൊന്നും വേണ്ട, അത് തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഒരു കഥ പറയും. കഥയാണതൊക്കെ. അപ്പോൾ എന്തായാലും കഴിക്കണ ഭക്ഷണവും സ്വഭാവമായിട്ട് ബന്ധം ധാരാളമുണ്ട്. ലഘുഭക്ഷണം കഴിച്ച് ചെറിയ സ്വഭാവങ്ങളും ലാളിത്യമുള്ള സ്വഭാവങ്ങളും നമ്മൾ ശീലിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷീരാണിക്കും പതിനസന്ധി ദിശന്തി ഭിക്ഷാം നൈവ അംഗ്രിപാ പരഭൃത സരിതോപ്യ ശുഷ്യൻ. പരീക്ഷിത്തെ രാജാവാണല്ലോ. ഈ കൊട്ടാരവും പ്രപഞ്ചബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ വസ്ത്രം വേണമെന്ന് തോന്നും. അങ്ങനെ പരിഭ്രമമുണ്ടോ? വസ്ത്രമില്ലാണ്ട് അവിടെയും ഇവിടെയും കിടക്കണ വല്ലതുമൊക്കെ എടുത്ത് ഉടുക്കുക, മരവിരി ഉടുക്കുക. കീറത്തുണി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പറ്റുമോ നിശ്ചയില്ല. പക്ഷെ അവരതൊക്കെ അവധൂതന്മാർ ഉടുക്കുക, നമ്മൾ ഉപേക്ഷിച്ചതായിട്ടുള്ള വസ്ത്രങ്ങളെ. പിന്നെ ഭിക്ഷ കൈ കാണിച്ചാൽ അതിലെന്തെങ്കിലും കിട്ടും, വല്ലവരും തന്നാൽ കഴിക്കുക, അല്ലെങ്കിൽ പട്ടിണി കിടക്കുക. പിന്നെ വിശ്രമസ്ഥലോ അംഗ്രിപാഹ, പാദപങ്ങളായിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ചോട്ടിൽ സുരവന്തിത തരു മൂല നിവാസ, ആ വൃക്ഷത്തിൻ്റെ ചോട്ടിലൊക്കെ കിടന്നൂടെ. വെള്ളം കുടിക്കണം എന്ന് തോന്നിയാലോ സരിതോപ്യ ശുഷ്യൻ, പറ്റാത്ത നദികൾ എത്രയോ നമ്മുടെ ഭാരതത്തിലുണ്ട്. ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, ഭാരതപ്പുഴ, എത്ര പുഴയുണ്ട്. ആ വെള്ളം വേണമെങ്കിൽ കുടിച്ചുകൂടെ? ഇനി മഴ വന്നാലോ മരത്തിൻ്റെ ചോട്ടിൽ പറ്റില്ല എന്നാണെങ്കിൽ രുദ്ധാ ഗുഹ, ഗുഹയുടെ ഉള്ളിലേക്ക് മഴ കൊള്ളില്ലല്ലോ. ആ ഗുഹയൊക്കെ ആരെങ്കിലും അടച്ചിട്ടുണ്ടോ?
അപ്പോൾ അടച്ചിടാത്ത ഗുഹയുടെ ഉള്ളിൽ പോയിട്ടും താമസമാക്കാം. ഈ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടോ എന്ന് പറയണം. നോപസന്നാൻ അജിതോപതിനോപസന്നാൻ, ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുന്ന അജിതൻ ഭഗവാനില്ലേ, ഈ ലോകം മുഴുവൻ നോക്കി നടത്തുന്നതായിട്ടുള്ള ഭഗവാൻ ശരണം പ്രാപിച്ചവരെ ഉപേക്ഷിക്കുമോ പരീക്ഷിത്തേ? അജിതൻ നമ്മളെ രക്ഷിക്കാൻ അവിടെ ഇല്ലേ? ഈ ലോകത്തിൽ ധനം സ്ഥിതിയും ബാഹ്യകാര്യങ്ങൾ മാത്രം നോക്കി സുഹൃത്ത് ബന്ധം ആഗ്രഹിക്കുന്ന അഹങ്കാരികളെ കൊണ്ട് എന്ത് കാര്യം? സ്വന്തക്കാരാവട്ടെ അയൽവക്കക്കാരാവട്ടെ ഒക്കെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടാണ്, ബാഹ്യസ്ഥിതി നോക്കിയിട്ടാണ് അവർ സുഹൃത്ത് ബന്ധം ആഗ്രഹിക്കുന്നത്. അവരെ കൊണ്ട് എന്താ പരീക്ഷത്തെ നമുക്ക് കാര്യം? ഇതൊന്നും നോക്കാണ്ട് ഭക്തി ഉണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് സദാ സംരക്ഷണവും ഏറ്റെടുക്കുന്ന ഭഗവാനുള്ളപ്പോൾ എന്തിനാ ഈ സുഹൃത്തുക്കൾ? അല്ലേ വിശ്വമാതാവും ഉണ്ടല്ലോ അല്ലേ, പൂന്താനം പറഞ്ഞ പോലെ ജഗദ്ധാത്രി ആയിട്ടുള്ള അമ്മ ഉണ്ടാവുക അല്ലേ, വിശ്വനാഥൻ പിതാവൂ നമുക്കെല്ലാം അല്ലേ, ആ ജനനി ആയിട്ടുള്ള അമ്മ ധാത്രി നമുക്കെല്ലാം, അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ, അച്ഛനുണ്ട് അമ്മയുണ്ട്, ഭിക്ഷാന്നം നല്ലൊരന്നവും ഉണ്ടല്ലോ, തന്നത് എവിടെ കിട്ടിയേച്ചാൽ കഴിക്കുക, എവിടെ തരാച്ചാൽ അവിടെ കിടക്കുക. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് സത്യാഞ്ജലോ കിം പുരുദാന്നപാത്ര്യ, പാത്രങ്ങളൊന്നും വേണ്ട, അവനവൻ്റെ കയ്യാണ് കാണിക്കുക. സത്യാംക്ഷിതോ കിം കശിബോ പ്രയാസൈ, കിടക്കുമ്പോൾ വലിയ തലേണ, ചിലർക്ക് നല്ല ശീലമാണ് ഈ തലേണ ഉണ്ടെങ്കിലേ ഉറക്കം വരൂ. നമ്മുടെ കയ്യ് തലേണയായിട്ടാണ്ട് വെച്ചൂടെ, എന്തിനാ ഈ തലേണ അന്വേഷിച്ച് നടക്കണത് എന്ന് ചോദിക്കുകയാണ്. ഭാർഗോസ്വസിദ്ധേ ഉപബർഹണേ കിം എന്ന് പറയണം. അപ്പം അങ്ങനെ തലേണ കൈ മാത്രം തലേണയാക്കിയിട്ടാണ്ട് കിടക്കുക. അതേപോലെ കിട്ടിയത് എന്താ വെച്ചാൽ കയ്യിൽ മേടിക്കുക. അതുപോലെ സ്വസിദ്ധേ ഉപബർഹണേ കിം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ തലേണ കയ്യുള്ളപ്പോൾ തലേണയുടെ ആവശ്യം എന്ത്? ദിഗ്വൽക്കലോ, ചെടികളും ഇലകളും ഉള്ളപ്പോൾ മറ്റു വസ്ത്രങ്ങൾ എന്തിന് എന്ന് ഭാഗവതത്തിലും പറഞ്ഞത്. അതുകൊണ്ട് ഒരു ശരീരം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കിട്ടിയിട്ടുണ്ടെച്ചാൽ അതുകൊണ്ട് കഴിഞ്ഞുകൂടാനുള്ള വസ്തുക്കളും പ്രകൃതിയിൽ ഭഗവാൻ കരുതിയിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ എവിടെ ദാരിദ്ര്യമുള്ളത്? ആഡംബരം ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല, രണ്ടും ഉണ്ടാവില്ല. ആഡംബരം ഉണ്ടാവേണ്ട, ദാരിദ്ര്യം ഉണ്ടാവണം. ചില ആൾക്കാരൊക്കെ കൈയടക്കി വയ്ക്കുകയാണ് ഇല്ലേ, ടാറ്റയും ബിർളയും. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. അതുകൊണ്ട് നിസ്സാരമായിട്ട് ശരീരത്തെ നിലനിർത്താൻ സാധിച്ചിരിക്കെ എന്തിനാണ് ബഹുവസ്തുക്കളും വളരെ വില പിടിച്ച കൊട്ടാരങ്ങളും അല്ലേ, വളരെയധികം വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച് നമ്മുടെ ചിലവ് കൂട്ടി ഇല്ലാത്ത ധനം ഒക്കെ അവിഹിതമായ അധർമ്മ മാർഗങ്ങളിൽ കൂടിയും സമ്പാദിച്ച് അതിനുവേണ്ടി അധർമ്മം ചെയ്തിട്ട് പാപം കൂട്ടണത് എന്തിനാണ് എന്നാണ് ഇവിടെ അവധൂതചര്യയിൽ ഭർതൃഹരി നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന ശ്രീമദ് ഭാഗവതവും അത് തന്നെ. വളരെ കുറച്ചുകൊണ്ട് ജീവിച്ച് ശീലിക്കാൻ നമുക്ക് സാധിക്കും. വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണവും നമ്മൾ കഴിച്ചാൽ സ്വഭാവം സാധിക്കുക, അതവിടെ ഗുണങ്ങളെ പറ്റി പണ്ട് രജോ ഗുണം തമോ ഗുണം ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് കഴിയുന്നത്ര ലഘു ജീവിതം, സരള ജീവിതം, അവധൂതന്മാരെ പോലെ നമ്മളായിട്ടില്ലെങ്കിലും ആവാൻ പറ്റില്ല. പക്ഷേ ആഡംബരത്തെ കുറച്ചുകൂടെ ചോദിക്കണം. ഈ കട്ടിയുള്ള കോസറിയിൽ കിടക്കുമ്പോഴാണ് നട്ടെല്ല് വേദന വരുന്നത്. ഓർത്തോക്കാരെ പറയണ ഓർത്തോപെഡിസ്റ്റേ, എന്തിനാ ഒരു പായോ അതിന് ചെറുതായിട്ടുള്ളൊരു കമ്പിളിയോ വിരിച്ച് സുഖമായിട്ട് കിടന്നിട്ട് മുതുവിന് കുഴപ്പമില്ലാണ്ടാക്കിക്കൂടെ? സ്ഥിരമായ മുതുവേദനയുള്ള ഒരാളോട് വെറും പായയും കമ്പിളിയിലും കിടക്കാൻ പറഞ്ഞ് മാറിയ അനുഭവമുണ്ട്. കാരണം കട്ടിയുള്ള കോസറി കിടന്നിട്ട് കേടുവരുത്തുക നമ്മൾ മുതുവേ. അപ്പോൾ ഈ സുഖം നോക്കിയിട്ടും ആഡംബരം നോക്കിയിട്ടും ദോഷമല്ലാതെ ഒരു ഗുണവും അതുകൊണ്ടില്ല എന്ന് നമ്മളെ ബോധിപ്പിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. കഴിയുന്നത്ര ലഘുജീവിതം നയിക്കാനായിക്കൊണ്ട് ഹിംസാശൂന്യം അയത്നലഭ്യമശനം ദാത്ര മരുൽക്കൽപ്പിതം വ്യാളാനാം പശവതൃണാങ്കുരഭുജ തുട്ടാതലീശായിരാം സംസാരാർണവലംഘന ക്ഷമതിയാം വൃത്തികൃതാശ നൃണാം താമന്വേഷയതാം പ്രയാന്തി സതതം സർവേ സമാപ്തിം ഗുണാ. നല്ലൊരു പ്രഭാതം.
എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.